ഷടാ എന്ത് പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗാ. ആരടാ? किसका नहीं आया? कंसर्ट हो रहा है. കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ कंप्यूटर വയലിൻ സെറ്റപ്പ് ഫുൾ ഉണ്ട്. തുമ്പ एक को छोड़ के. തുമ്പ ജോലിയും ഉണ്ട്. തബല സുരേന്ദ്രൻ ചാക്കോ चाको वो भी है. ആ വള്ളികെട്ട് ചാക്ക കിടക്കുന്നുണ്ട്. ഇലക്ട്രിക് ഗിറ്റാർ प्रेबंदू इलेक्ट्रिकल गिटार वाला ये निविन पॉली. അതെ, നമ്മുടെ പ്രബന്ധന വിസ ഇല്ലാത്തത്. ओ लग रहा था मुझे. शिट क्या हुआ? क्या सो रखा हो आराम से? उसको डिस्टेंस मेंटेन कर रहा हूँ पेपर लगा के. डिस्टेंस नहीं है वो ताकि उसकी लाल उससे वो ना गया. ओह എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. अरे shit. ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. ആ അതെ അതെ. അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് ഞാൻ 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്, അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞാ എന്താണ്? അപ്പൊ എന്നോട് क्यों? ഒറ്റ സെക്കൻഡ് ഈ OTP സെറ്റ് ചെയ്തോട്ടെ. उसने तो पूरी तैयारी कर ली, अभी भी कर ही रहती है. കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. ओह अब बताया उसने. लगा ब्रेक उसकी जिंदगी में. സാറിന് കോഴി പൊരിച്ചെടുക്കട്ടെ? സ്പെഷ്യലാ കാട ഫ്രൈ ഉണ്ട്. उसको तो मूड खराब हो गया. നീ ഒന്ന് പോ. അങ്ങനെ നമ്പൂരിയാ വെജ്. അതിന്റെ പോർക്ക് മാറ്റി കൂർക്ക മാത്രം എടുക്കാം. എടാ ഇത് സദ്യ ഒന്നും അല്ലല്ലോ. പണം തരണ്ടേ? നോക്കിയോ, എല്ലാവർക്കും ഓംലെറ്റിനുള്ള ബഡ്ജറ്റിന്റെ കമ്മിയാണ്. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? ഓ, അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ആ ഈ സെയിം അപ്പോ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കുക. ആ ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനാ. പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേക സോറി പറയണേ. अच्छा एक को हटाया तभी उन्होंने. अब प्रबंधन मैम उसे लगा कोई लड़की है. ऐसा नाम वैसे ना. 2 മാസം താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടക്കണോ? ഓ പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാം. നിന്റെ ഈഗോ കാരണല്ലേ പൂണൂല് പൊട്ടിച്ച് പാൻറ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പം റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിൽ ചോറും പൊതിഞ്ഞ് അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നിരുന്നെങ്കിലേ നമ്മളിന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമായിരുന്നോ? പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ എൻ്റെ ഈ പാഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അതൊക്കെ വല്ലപ്പോഴേ നടക്കുന്നുള്ളൂ. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛൻ്റെ സപ്തതി ആഘോഷത്തിന് പോകും. നിന്റെ ഏട്ടൻ കുറേ വിളിച്ചതല്ലേ? ശരിയാവൂല. അതേ, ഈ മോരടന്മാരായ അച്ഛന്മാർ ഒരു 10-70 വയസ്സോ കഴിയുമ്പോൾ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രമുണ്ട്. ഫുഡ്, റെന്റ്, ഇതിൻ്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? वाओ क्या ग्रीनरी है. ये उसका गांव होगा पक्का, इसका घर. पहुंच गया. आ गया. अपना गिटार लेके. इनका हुड. എപ്പോഴായിരുന്നു എന്ത് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് കണ്ടു? പോകട്ടോ. എടോ അച്ഛന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വണ്ടി നിർത്തിയ ഫ്ലക്സ് ഒന്നുകൂടെ മര്യാദയ്ക്ക് വായിച്ചു നോക്ക്. ഫ്ലക്സ് വെക്കുന്നത്. എന്താ തുളസി?
ആ വാട്ടർ ഫിൽറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ अच्छा लोगों को लग रहा है जिस तरह से उन्होंने बोर्ड लगा रखा ना മിനിസ്റ്റർ പോയ ഉടനെ അച്ഛനോട് പറയാം ഓ तो लोगों से मेरे इनके फिरने लगा ഇതാണ് ഇരട്ടയാണ് ദീപാങ്കരൻ. എൻ്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? ഏയ് അല്ല, ഏത് നേരവും വിദേശത്താണ്. ഒക്കെ VIP പൂജകൾ. ഇന്ന് രാത്രി കെണിക്ക് പോവാം. അവിടെ VIP പൂജ. താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. ഇതാണ് ഭാര്യ. താഴെയുള്ള ആളെവിടെ? അയാൾ വരാൻ വൈകും. നമുക്കെടുക്കാം. आया नहीं हो अभी तक. कैसे देख रहा जैसे पता नहीं किसके घर में जा रहा होगा. ഇന്ദുട്ടി എന്താ ഇതിലെ കാരണം? അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസി ചേച്ചി അച്ഛൻ നിൽപ്പുണ്ട്. अच्छा पीछे से आए हो. ഒരു സീൻ ഒഴിവാക്കാൻ കരുതി. ഇതിലാകുമ്പോ പപ്പുനെ കണ്ടും കയറാലോ. പോന്നല്ല, ഈ പപ്പു അമ്മ എന്ന് വിളിക്കേണ്ടി വരും. ഇന്ദുട്ടിയുടെ അമ്മ അമ്പലത്തിന്റെ പിറകിന്റെ ഇവനെ എടുത്തിട്ട് വരുമ്പോഴേ എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 4-ാം നാളാ. അവളിപ്പോ 5-ാം ക്ലാസ്സിലായി. ശരിക്കും അമ്മ പോയ പിന്നെ നിന്റെ ഉഷാറൊക്കെ പോയല്ലേ? അവന്റെ മാത്രമല്ല, अच्छा इसकी मम्मी नहीं है ना, बस पापा और भाई है. कौन होंगे? മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്. ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാട്ടിക്കുന്നത്? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം ഒഴിക്കുന്നത്, പിന്നെന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കുന്നത്? की कॉन्सेप्ट लगाया. എന്തു ഞങ്ങൾ ഇപ്പം ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഒന്ന് ഹാൻഡിൽ ചെയ്യും. ഒരു ഡൗട്ട്, ഈ അഗ്നി കൊടുക്കേണ്ടത് കരിങ്ങാലിയുടെ സമ്മതം ഉണ്ടാണ്. അതിപ്പോൾ ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ ഇപ്പം എടുക്കാൻ പറ്റുക? ശുഭകാര്യത്തിനല്ലേ ഹോമം. അതെ അതെ, പൂവളം ചെറിയ കക്ഷകളാക്കി ചമതയാക്കിയാൽ മതി. രക്ഷപ്പെട്ടു. പൂവൾ സ്റ്റോക്കുണ്ട്. അപ്പോൾ അതും ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? നമ്മുടെ ക്രോണിക് ബാച്ചിലർക്ക് പറ്റിയൊരു കെനിയൻ സുന്ദരീനെ കൊണ്ടുവരാം. ഒരു കുട്ടിയായിരിക്കണം. क्या അപ്പോൾ ഞാൻ വിളിക്കാൻ തോ, തിരിച്ചെത്തിയിട്ട് വരാം. പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസ കൊടുക്കണം. നീ പൂടോളിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത്. നീലകെട്ടന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഈ കുടുംബക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരുന്നേ. ആ നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. എനിക്ക് തൊടാനും പറ്റും, കേൾക്കാനും പറ്റും. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി മതി, അറിവില്ലായ്മ കൊണ്ടാണ്. ഈ വിവരമില്ലാത്തവരോട് ഒന്നും തോന്നരുതേ ഭഗവാനെ. അടിക്കാനെന്ന് ഓർമ്മിക്കണേ എന്റെ ഭഗവാൻ. ये इसका गिटार है, दूसरा वाला. ഓണറി മേഡമാണ്. ഇങ്ങോട്ട് വരാം. वापस ले जा रहा. ഇതുകൊണ്ട് പറയല്ല, ഉച്ചയ്ക്ക് ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. और को भी देखेगा और भी निकाले रुपए. ശ്രീകുട്ട തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. अच्छा सब नहीं उतने निकाल रखे हैं. पहले खुश हो रहा. अच्छा पहले सबने से 500 थे निकाले हुए. उसको देख के सबने फिर 20 रुपए निकाल दिए. ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ ഉണ്ട്. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ട. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നത്. ആണോ? कम बजट वाली पूजा है. അങ്ങനെ ചെയ്യുമോ? അയ്യോ ഒരു മിനിറ്റ്. ആ ശ്രീകുട്ട തട്ടിപ്പ പരികർമ്മയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം ഞാനിങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ രൂപ. പിന്നെ ആ മാഡം തന്ന 500 രൂപ അത് ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. बस 10 रुपए के नोट रखेगा. തൃശ്ശൂര്. ആഹാ, ഇന്ദുന്റെ ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പാ സപ്തതിയുടെ സദ്യ ഗംഭീരമായിരുന്നു. ലേറ്റായി ഒന്നുമില്ല, കഴിക്കാൻ പറ്റില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇങ്ങനെ പറയുന്നത് വളരെ ബോറാണ് അച്ഛാ. വല്യച്ഛൻ എങ്ങനെയുണ്ട് എന്തു? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ നിനക്ക് തോർത്തെടുക്കണ വേണ്ട, ഞാൻ വിളിച്ചിട്ടാണ്. ഈയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം ബ്ലോക്ക് ചെയ്തോളൂ. എന്തിനു കാണിക്കണം? ഞാൻ അവളെ ശല്യപ്പെടുത്തിയൊന്നുമില്ലല്ലോ. എടാ നമ്മുടെ സെമിയിൽ ഔട്ടായിരുന്നു.
കപ്പൊക്കെ അടിക്കാൻ അറിയാമോ? ആ പാമ്പ് ഇഷ്ടപ്പെടും. ഓ, നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ, നീയാളും ബഹളമൊക്കെ ആയിട്ട് തേങ്ങ ചെലവറിയോ? അല്ല കറിക്കറിയാം. കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റില്ല. എടാ നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നൂടെ? പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? നീ പഠിച്ച അത്രയും പോലും ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ലേ. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യമാണ് ദൈവം കരുതിയാൽ പോരെ. ഒരാഴ്ച തുടങ്ങിയിട്ട് തീയും പുകയൊന്നും കാണുന്നില്ല. എന്തോ കൂടിയായിട്ടാണ്. ഇവിടെയാ ഞാൻ ഉള്ളപ്പോഴാ. രൂപേ നീ അറിയുന്ന രൂപ എന്തിനാ? വേറെ രൂപേ അത് വിട്. എന്താ പരിപാടി? വീട് പോ തലകാലേക്ക് പോലീസ് നിങ്ങൾക്ക് ഏതാടാ? ഓടിക്കടേ അവരകത്ത് ഇത് പാട്ടിന്റെ നെക്സ്റ്റ് ലെവൽ ഉണ്ട്. എല്ലാം അമ്മയുടെ അനുഗ്രഹം അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? സ്ഥലട്ടോ ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ വരും. ഡോണ്ട് വറി. നന്നായിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ തട്ടിക്കുട്ടി ആൽബത്തിനൊന്നും വായിക്കാൻ എന്നെ വിളിക്കരുത്. അത് ശരി. 1000 രൂപയുടെ പരിപാടിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഇത് 2500 അത് കിട്ടുമ്പോ കിട്ടും. കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവല്ലേ പ്രഭേ, പൈസ ഇന്ന് വരും, നാളെ പോവും. നാളെ പോവാനായിട്ട് ഇന്ന് വരണ്ടേ? വിരാട് ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട്. പുള്ളിയുടെ മാനേജിംഗ് ടീമിൽ ഒരു മലയാളി പെൺ വെച്ച് വന്നിട്ടുണ്ട്. അവൾ വഴി വന്നു. നീ അന്ന് ജസ്റ്റിന് ചെയ്ത് കൊടുത്ത സെഷനില്ലേ, അത് നോമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയ്ക്കും സ്റ്റേജ് ഷോസിനൊക്കെ ഫുൾ ബോംബെ എന്നുള്ള ടീമാണ്. ശ്രമിച്ചു നോക്കാലോ. ഇത് ശ്രമിച്ചു നോക്കാലോ. ഓക്സിജൻ നോക്കാം. ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ സാറേ മാസം 60,000 രൂപ നമുക്ക് വലിക്കാൻ പറ്റും. പിന്നല്ല ബ്രോ, സെറ്റ് ചെയ്ത് കൊടുത്ത്. ഓ സാർ എന്ത് ചെയ്യുന്നു? ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഉറപ്പായിട്ട് എൻ്റെ റിജക്റ്റ് ആവും. ഒപ്പിട്ടെ. അത്ര ശരി വേണ്ട. ഒരു 200 rupees ഉണ്ടായി. ഇന്നലെ എറണാകുളം വരെ പോയിട്ട് ഒന്നും തടഞ്ഞില്ല. സ്റ്റോക്ക് കാര്യം എന്റെ കയ്യിൽ എവിടെ നിന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് अभी मतलब इनको दिखाया नहीं ना साथ में, इसके और इसके पापा को. हाँ, अभी तक दिखाया नहीं. बातचीत कॉन्वर्जेशन नहीं हुई दोनों के बीच अभी. അല്ല കുഴപ്പമില്ല. ആര് ഞാനോ? नहीं मिला तो होगा. ചേഞ്ച് ഉണ്ടാവും. എത്ര ഉണ്ട്? 200. 100-ന്റെ ആയിട്ട് മതിയോ? 200-ന് ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പൊ ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. എന്നാ ജസ്റ്റ് അങ്ങ് പുറത്തിറങ്ങിയാ പോരെ? क्या सेंस ऑफ ह्यूमर उसके पापा का. മനസ്സിലായല്ലോ അല്ലേ? മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ. ഇവിടെ അപ്പുറത്തെ വീട്ടിലാ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞപ്പോ സോറി, കുട്ടിയാണല്ലോ. ഇതെന്റെ ബ്രദറാ, എന്റെ जानता हूँ. 3 ഗ്ലാസ് ये तो चाय लेके आ गया. ഓക്കെ അല്ലേ? नहीं ₹1. पैसे नहीं लेकिन उन्होंने ₹1 भी नहीं दिया. ഇതെനിക്ക് ഇഷ്ടമായി. ഈ പ്രഹ്ലാദൻ നമ്പൂതിരല്ലേ ഇവിടെ ആദ്യം ഫേമസ് ആയത്? ഈ അച്ഛനടക്കം വല്യച്ഛനെ സഹായിട്ടില്ല തുടങ്ങിയത്. അതിന് വല്യച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ ചാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ അല്ലേ? ഇനി ഞാൻ തന്നെ പോരെ? എനിക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എന്നെ ഞാൻ നന്നായി നോക്കുന്നു.
സ്വന്തം കാര്യം മാത്രം. എൻ്റെ അവസ്ഥ എനിക്കില്ലത്. വിപന്നകാലേ വിധിയോ നഹാനി. ബാക്കി എന്താ കേക്കട്ടെ, തനിക്കറിയാവുന്ന ശ്ലോകമല്ലേ? പുനശ്ച സംപ്രാപ്യതേ ധനാഗമഃ. ആ, ഇഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല. അത് ഉപയോഗിച്ചാൽ പിന്നെ സമ്പാദിക്കാൻ പറ്റും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കണോ. नाम अच्छा है इसका रुपए ഞാൻ റെഡിയാവും. देखा Assistant बनने उसकी वजह लग गया. ഞാൻ റെഡിയാവും. खुश हो गया. सर्वम माया. सर्वम माया. एवरीथिंग इज अ डिल्यूजन. अच्छा ये है इसका मतलब.